അപ്പൊ ഇവിടെയാണ് നമ്മുടെ പാമ്പ് പെരുമ്പാമ്പ് കിടക്കുന്നത്. നമസ്കാരം. നമസ്കാരം നമസ്കാരം. നമ്മൾ എവിടെയാണ്? നമ്മളിപ്പോ തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്. ശ്രീത്തിന്റെ വീട്ടിൽ വന്നാണ്. ശ്രീത്തിന്റെ വീട്ടിൽ വന്നെയാണ്. നമ്മൾ അവിടുന്ന് ഇവിടെ വരാൻ ഒരു കാരണമുണ്ട്. ഈ പെരുമ്പാമ്പിനെയൊക്കെ വീട്ടിൽ വളർത്താന്ന് വെച്ചാൽ തെറ്റല്ലേ? ശരിക്കും തെറ്റ് തന്നെ. പക്ഷെ പെരുമ്പാമ്പിനെ കെട്ടിയിടുക അല്ലെങ്കിൽ ഇടാതെ വളർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും കുഴപ്പമാണ്. പാമ്പിനെ വളർത്താൻ പാടില്ലെന്നാണ്. വീട്ടിലാണോ? വീട്ടില നമ്മളെ പറമ്പിലാണ് കിടക്കുന്നത്. നമുക്കൊന്ന് പോയി കാണാം. എന്നാലും ഒന്ന് കാണാല്ലേ? ബാക്കി കണ്ടിട്ട് തീരുമാനിക്കാം. എവിടെയാണ്? അപ്പൊ ഇവിടെയാണ് നമ്മുടെ പാമ്പ് പെരുമ്പാമ്പ് കിടക്കുന്നത്. 2-3 ദിവസമായിട്ട് ഇവിടെയാണ് കിടക്കുന്നത് നമ്മുടെ പാമ്പ്. ഇത് ചെറുതല്ലല്ലോ സന്തോഷം. ഇത് ഭയങ്കര വലിപ്പമുള്ളതാ. ഒന്നൊന്നര പെരുമ്പാമ്പാണ്. നീളം തന്നെ ഭയങ്കര വലിയ നീളം. പക്ഷേ ഇപ്പൊ ഇതേ ഈ വലിപ്പമുള്ള ഒരു സാധനം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ കേസൊന്നും വരത്തില്ല. അതെ അതെ. കാരണം എന്താണെന്നറിയോ? ഇത് മണ്ണുകൊണ്ട് ചെയ്തതാ. ഇതൊരു അടിപൊളിയല്ലേ? ഇത് മണ്ണുകൊണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാല് ഇത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ തന്നെ പുള്ളി ചെയ്തേക്കുന്നത്. രാത്രി കാരണം ടോർച്ചടിച്ചൊക്കെ വരുവാണെങ്കിൽ പേടിച്ചു. ഒരു രക്ഷയില്ല. പകല് തന്നെ വന്നാലും അറിയത്തില്ല. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ശ്രീത്ത് ചീറ്റപ്പുലിനെ ചെയ്തിട്ടുണ്ട്, മ്ലാവിനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാണ്ടല്ലോ. ഇതെല്ലാം മണ്ണുകൊണ്ടാ. മണ്ണുകൊണ്ടും അത് ചകിരി കൊണ്ടൊക്കെയാണ്. നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എല്ലാം ഒന്ന് കാണാം. എല്ലാം കാണാം. നമ്മളിനി അടുത്ത കാണുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്നതാ. ഇപ്പൊ ഒരു മ്ലാവുണ്ട്, അതുപോലെ ചീറ്റപ്പുലിയുണ്ട്. ഇതൊക്കെ ചെയ്തേക്കുന്ന പറഞ്ഞാൽ ഇതുണ്ട്. ഇതിന്റെ രോമങ്ങളൊക്കെ തന്നെ. ഇത് രോമങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത്? നമ്മൾ ഈ രോമം ചെയ്തിരിക്കുന്നത് ചകിരി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ചകിരിയ ഫുള്ള്. ബാക്കി മൊത്തം മണ്ണ് തന്നെ. ബാക്കി മൊത്തം അതൊക്കെ എന്തുവാ? ഇതൊക്കെ നമ്മൾ സിമെന്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മേപ്പോട്ടല്ല, കമ്പി എല്ലാം വെച്ച് തന്നെ ചെയ്തു. അതുപോലെ ചീറ്റപ്പുലിയുടെ ഒക്കെ ആ കളർ ടോൺ ഒക്കെ വളരെ കറക്റ്റ് ആണ്. മാത്രമല്ല അതിന്റെ രോമം ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ ഒരിക്കലും ഇത് ഒറിജിനൽ അല്ലെന്ന് പറയത്തില്ല. അതേ രീതിയിലാണ്. അതുപോലെ ഇത് ചത്ത് കിടക്കുന്ന ഒരു ബ്ലാവാണെങ്കിലും അതിന്റെ ആ ഒരു ശരി അനാട്ടമി പോലും വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ ആ രോമമൊക്കെ പൊളിക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എന്താണെന്നുള്ള ചകിരിയുടെ ആ ഒരു പ്രത്യേകത. പിന്നെ ഇത് ഈ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം പൊളിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം വളരെ കുറവാണ്. ഇത് വേറൊരാളുടെ സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. ഇത് പൊളിച്ചിട്ട് വേണം അടുത്തൊരു ഐറ്റം ചെയ്യാൻ. അങ്ങനെയല്ലയോ? അതെ, ഇത്രയും സ്ഥലം മാത്രമേ നമുക്കുള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് ഒരു സൗന്ദര്യം കിട്ടുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു പച്ചപ്പുള്ളതുകൊണ്ട്, ഒരു കാടിന്റെ ആ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ചെയ്യുന്ന വർക്കിന് ഒരു ഭംഗി കിട്ടുന്നത്. ഓഹോ, ഇതൊന്ന് എടുത്ത് കാണിക്കാവോ? പിന്നെ ഇത് പൊളിക്കുന്നുണ്ടായി എടുക്കുന്ന കേട്ടോ. ഇല്ല, നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഇത് കഴിഞ്ഞ ഇത് കണ്ടോ? ചകിരിയാണ്. ചകിരിയാണ്. ഇത് കണ്ടോ? സാധാ ചകിരി. അത് വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്നും പോയി തേങ്ങ പൊതിച്ച് എടുത്ത് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. സാധാരണ നമ്മുടെ വർക്കുകളൊക്കെ സിമെന്റിൽ നമ്മൾ കാണാറുണ്ട്. ഇത് മണ്ണുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന് ഉള്ളിലൊരു ആർട്ടുണ്ട്. ആ ആർട്ടിനെ കറക്റ്റ് ആക്കാൻ വേണ്ടി അതിന്റെ ഓരോ ഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടൊക്കെ ഇത് ചെയ്തേക്കുന്നത്? ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ചുള്ള, നമ്മുടെ ഈ ചുടുകല്ലൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചുടുകട്ടയൊക്കെ ഉണ്ടാക്കുന്ന മണ്ണ്. അതുകൊണ്ട് ആ മണ്ണ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ശില്പം ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നമ്മൾ ഈ ഒരു കഥ കണ്ടില്ലേ, ഈ പാമ്പിന്റെ കുഞ്ഞു ആ ഒരു എന്താ പറയാ സ്കിന്നിലത്തെ ആ ഒരു ഡീറ്റെയിലിങ്, അതെല്ലാം നമ്മൾ ഈ മെഷ് കൊണ്ടാണ് അതിന്റെ മെഷ് അടിച്ചേക്കുക. മെഷ് അടിച്ച് അതാണ് ഈ ആ ഒരു ഇത് വന്നേക്കുന്നത്. ആ ഒരു പെയിന്റ് എന്തോ ഉപയോഗിച്ചേക്കുന്നേ? പെയിന്റ് അപ്പെക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പെക്സ് ഉപയോഗിക്കുന്നത്. മണ്ണായാലും കുഴപ്പമില്ല. മണ്ണായാലും ഇത് നനഞ്ഞ ഒന്നും ചെയ്യത്തില്ല. ഒന്നും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു മണ്ണിന്റെ കൂടെ തന്നെ നമ്മൾ സിമെന്റ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു മണ്ണ് നമുക്ക് ഒരു ക്ലാക്കാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ക്രാക്ക് വീഴും. ക്രാക്ക് വീഴും. എന്നാൽ നമുക്ക് ഇത്രത്തോളം ആ ഒരു പെർഫെക്ഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വലിപ്പമൊക്കെ ആ തുടങ്ങിയിടം തൊട്ട് ഇതിന്റെ ഇടവശം എല്ലാം വരുന്ന കറക്റ്റ് ആയിട്ടാണ് വരച്ചത്. അത് ആ മുഖമൊക്കെ കണ്ടാൽ നല്ല വെട്ടിച്ചില്ല. ഇതിനെ ഇപ്പോൾ ഒരു അടിപൊളി ഒരു വർക്കാണ്. ഇത് നോക്കുക, ഒരു ഭിത്തിയിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഒരു മരവും അതുപോലെ തന്നെ ഒരു മയില്, 2 മയിലാണ്. അത് ശരിക്കും കാഴ്ചയിലൊരു ഭംഗി എന്ന് പറഞ്ഞാൽ 2 നിലയാണെങ്കിൽ പോലും ഇതിന്റെ ഓരോന്നും ഇത് കണ്ടോ, അതൊക്കെ നല്ല ഭംഗി. ഇത് സിമെന്റിൽ അദ്ദേഹം ചെയ്തതാണ്. ഇത് ക്ലേ അല്ല, സിമെന്റിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. പക്ഷെ താഴെ നിന്നുണ്ടായാലും മുകളിൽ നിന്നുണ്ടായാലും നല്ല വ്യൂ ആയത്. ഇത് ആ മരത്തിന്റെ ഫീലും അതൊക്കെ ആ ഒരു ഓരോ ഇലകളും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫർഗോളം ഉണ്ടായിട്ട് ലൈറ്റ് ഇല്ലാതെ തന്നെ നല്ല വെട്ടമുണ്ട് അതിന്. ഈ ഒരു വർക്ക് അടിപൊളി ഒരു വർക്കാണ്. ഇത് ആരുടെ വീടാ? ഇത് എന്റെ അളിയന്റെ വീടാണ്, സഹോദരിയുടെ പെങ്ങളുടെ വീടാണ്. ഓ ശരി, അവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ അളിയന്റെ വീടായത്. ഇത് എത്ര നാൾ എടുത്ത് ഈ വർക്ക് ചെയ്യാൻ? ഇത് ഞാൻ ചെയ്യാൻ വേണ്ടി ഒരു മാസത്തോളം എടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യാൻ 1 മാസം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇലകളെല്ലാം പ്രത്യേകം തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്തേക്കുക. പ്രത്യേക ഇലകളെല്ലാം ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കമ്പി സിമെന്റ് ഒക്കെ. ഓ ശരി, വളരെ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭംഗിയാണ്. ഇദ്ദേഹത്തിനെ സഹായിക്കുന്ന സുഹൃത്തുക്കളാണ്. ഇത് ആരൊക്കെയത്? ഇത് കിച്ചു, പേര് പറഞ്ഞോ? പൊന്നു, കിച്ചു, അജിത്ത്. ഇത് ബന്ധുക്കൾ തന്നെ? ബന്ധുക്കൾ തന്നെ ആണ്. ഇവരും കട്ടയ്ക്ക് കൂടെ നിൽക്കും. രാത്രി ഒരു പ്രശ്നമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല, അടിച്ച് തകർത്ത് നിൽക്കും. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്ത്? നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരു 4 ദിവസത്തോളം എടുത്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ടാ ചെയ്തത്? പെയിന്റിംഗ് ഉൾപ്പെടെ അല്ലേ? പെയിന്റിംഗ് ഉൾപ്പെടെ. ഓ അതാണ്. ഇനി ഇതിപ്പോ പൊളിച്ചു കളയും? ഇനി ഇത് കഴിഞ്ഞ പറഞ്ഞേ
നമ്മളെ വീഡിയോയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് നമ്മൾ പൊളിച്ച് കളയാൻ പിന്നെ ഒരു ഇതായിട്ട് വീഡിയോ ആയിട്ട് ഇവിടെ കിടക്കുമല്ലേ അപ്പൊ ആൾക്കാർക്ക് എപ്പോഴാണ് നമുക്കായാലും ചെയ്ത ആ ഒരു വർക്ക് നമുക്കായാലും എപ്പോഴാണ് എടുത്ത് കാണാം. ശ്രീത ഇപ്പൊ എന്താ ചെയ്യുന്ന വർക്കായിട്ട്? ഞാനിപ്പോൾ ചെയ്യുന്നത് കൂടുതലും സിമെന്റ് വർക്കുകളാണ് ചെയ്യുന്നത്. അതായത് പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ഒരു ശില്പിയാണ്. അപ്പോൾ അതിന്റെ വർക്കുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട്. കലാകാരന്മാർ കുറേ പേരുണ്ട് നമ്മുടെ അടുത്തും നമ്മുടെ ദൂരെയൊക്കെ ആയിട്ടുള്ളത്. മാക്സിമം ഇങ്ങനെയുള്ള കലാകാരന്മാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒറിജിനാലിറ്റി അല്ലേ കാണുന്നത്. ഇതൊക്കെ ശരിക്കും വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. കാരണം ഇത് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കല അതിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി ശരിക്കും ഇത് പൊളിച്ചു കളയാണ്. വേറെ സാമ്പത്തിക ലാഭമൊന്നുമില്ല. ഇത് മണ്ണ് കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പൊളിച്ചു കളയുക, അടുത്ത ഐറ്റം ചെയ്യുക. അപ്പൊ അതിനെ നിങ്ങളെയൊക്കെ കാണിക്കാൻ. ചാനലിന്റെ പേരെന്താ? ജിപ്സി ആർട്ട് എന്നാണ് ചാനലിന്റെ പേര്. സപ്പോർട്ട് ചെയ്യാം അല്ലേ? തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. കലാകാരന്മാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം.